ഹലോ ഗായ്സ്, വെറുതെ ഫോണിൽ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ണിലുടക്കിയ ഒരു റെസിപ്പിയാണിത്. ഇത് തൃശ്ശൂർക്കാരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രിവാൻഡ്രത്ത് പക്ഷേ ഇതങ്ങനെ അധികം ഫെമിലിയർ ആയിട്ടുള്ളതല്ലാന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ പഴം ഇങ്ങനെ വെള്ളത്തിൽ മാത്രം ഇട്ട് പുഴുങ്ങിയോ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയോ അല്ലെങ്കിൽ പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ. അപ്പോൾ നമ്മൾ ഇതിനെ ശർക്കര പാനിയിലിട്ടാണ് പഴത്തിന് നമ്മൾ ഏത്തമ്പഴം ശർക്കര പാനിയിലിട്ട് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള ശർക്കര പാനിയെ നന്നായിട്ടൊന്ന് ഉരുക്കി കുറുക്കിയെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ പഴത്തിലോട്ട് ഈ ശർക്കര പാനി ഇങ്ങനെ ഒഴിച്ച് ഒരു പപ്പടവും കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല ഇതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. കാരണം എല്ലാം കൂടെ നല്ല മധുരമായി പോവോ, കഴിക്കാൻ പറ്റുമോ ഓവർ മധുരമാണെങ്കിൽ എന്നൊക്കെ കരുതി ഒരു പഴം മാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ 1-2 പഴമൊക്കെ ആവാമായിരുന്നു എന്ന് തോന്നി. ഒരു പഴം മാത്രം എടുത്തു വെച്ച് നഷ്ടമായി പോയെന്നും തോന്നി. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.